മീഡിയ എന്നുള്ള ഈ ഒരു ഏരിയ. ഓക്കെ, നമ്മൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ നമ്മൾ യൂസ് ചെയ്യുന്നത് നെഗറ്റീവ്സുകൾക്ക് മാത്രമായിട്ട് നമ്മൾ മാറുന്നു. നമ്മൾ അതിന് അഡിക്റ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. നെഗറ്റീവ്സ് തേടി പിടിക്കാൻ ഏത് മാർഗവും സ്വീകരിക്കാം. എത്രപാട് നല്ല വഴികളുണ്ട്. ഞാൻ പറഞ്ഞു, കൊറോണ കാലത്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു അവസരം കിട്ടി അല്ലേ? നമ്മുടെ മൊബൈൽ ഫോണും നെറ്റും നമ്മൾക്ക് ഉമ്മ റീചാർജ് ചെയ്യുന്ന നെറ്റും 1.5 GB 2 GB ഒക്കെ ആയിട്ടുള്ള നെറ്റ് നമ്മുടെ മുന്നിലുണ്ടായിട്ട് നമ്മളത് കാട്ടിക്കൂട്ടി അഭിപ്രായങ്ങൾ എന്താണ്? നമ്മളുള്ള ടൈം വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കളിച്ച് ബാക്കിയുള്ള സമയത്ത് ഗെയിമും കളിച്ച് നമ്മൾ അതിന് സ്പെൻഡ് ചെയ്തു. കുറച്ച് കുട്ടികൾ എന്ത് ചെയ്തു? അതിനകത്ത് കൃത്യമായിട്ട് ആ വിക്ടേഴ്സ് ചാനലിനെ യൂസ് ചെയ്തിട്ട് അവർ പഠിക്കാനുള്ള ശ്രമം നടത്തി. അതിന്റെ റിസൾട്ട് അവരെ തേടി വരും. ഓക്കെ, അവരിപ്പോ വർക്ക് എടുത്തതിന്റെ റിസൾട്ട് അവരെ തേടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്തു? കുറച്ചൊന്ന് അകന്നു പോയി. പക്ഷെ നിങ്ങൾ അതിൽ നിന്നും ആ ഒരു സമയത്ത് നിങ്ങൾ ആ നെറ്റ്വർക്കിലൂടെ എല്ലാവരുടെയും ആ ഒരു സിസ്റ്റത്തിലൂടെ നിങ്ങൾ പഠിച്ചെടുത്ത കുറെ സംഭവങ്ങളുണ്ട്. ഫോണ് അത്ര കാലം ഫോണിനെ കുറിച്ച് വലിയ ധാരണയില്ലാത്ത ഈ ഒരു വർഷം കൊണ്ട് നല്ലൊരു ധാരണ കിട്ടുന്നുണ്ട് അല്ലേ? ഏതൊക്കെ ആപ്ലിക്കേഷൻ എന്തിനൊക്കെ യൂസ് ചെയ്യും, ഏതൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ യൂസ് ചെയ്യും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മളൊരു കമ്പ്യൂട്ടറിന്റെ എല്ലാണ്ടെങ്കിലും ഫോണിന്റെ ഒരു കാര്യം പറയുന്നുണ്ട്. അതിന്റെ കൃത്യമായി നമ്മളൊരു ഇൻപുട്ട് കണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന ഒരു സംഭവമുണ്ട് അല്ലേ? നമ്മളൊരു സംഭവം കമ്പ്യൂട്ടറിന് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതിന്റെ റിസൾട്ട് കമ്പ്യൂട്ടർ സിസ്റ്റം മൊബൈലിൽ നമുക്ക് റിട്ടേൺ തരികയാണ്. അതിന് പറയുന്ന ഒരു ഭാഷ ഉണ്ട്, സുഡോ കോഡ് എന്ന് പറയും. സുഡോ കോഡ് എന്നാണ് ആ ലാംഗ്വേജിൽ പറയുന്നത്. നമ്മൾ എന്താണ് അങ്ങോട്ട് കൊടുക്കുന്നത്, അടുത്ത മിനിറ്റ് നമുക്ക് തിരിച്ചു പറയാൻ കമ്പ്യൂട്ടർ നമുക്ക് തിരിച്ചു തരുന്ന, എല്ലാവരും ഫോൺ നമുക്ക് തിരിച്ചു തരുന്ന ഒരു നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തല്ലേ. ഫോണിൽ നമ്മൾ ഓക്കെ എന്ന് വെക്കുമ്പോൾ നമുക്ക് അടുത്തൊരു സംഭവം നമുക്ക് ഓപ്പൺ ആയിട്ട് വരും.